എനിക്കിപ്പം കുറേയധികം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല സന്തോഷമുണ്ട്. ചിലരൊക്കെ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കത്തില്ല. പിന്നെ ചിലർ കുറച്ച് നേരം കേട്ടിട്ട് അങ്ങ് തിരിച്ചു പോകും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുക. ഒരു ഹായോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങനെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചതിനുള്ള മറുപടി പറയുമ്പോൾ അവിടെ മനസ്സിന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല, നമ്മളെവിടെയൊക്കെ ഉള്ളവരാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ സുഖമാണോ, മറ്റൊരാൾ ചോദിക്കും സുഖമാണോ, അല്ലെങ്കിൽ എന്തോ ഉണ്ട്, മഴയുണ്ടോ, കഴിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ്, അത് മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ അതുവരെ മാനസയുടെ പേരെന്തോന്നു പോടോ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് അതുവരെ എന്തെങ്കിലും ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വിഷമം കുറച്ച് നേരത്തേക്ക് ആ ഒരു സംസാരത്തിലൂടെ മാറി കിട്ടും. ഒന്ന് റിഫ്രഷ് ആവാൻ അത് സഹായിക്കും. അപ്പം പറ്റുന്നവർ അങ്ങനെ ഒരു ഹായോ തിരക്കുക. മാനസയുടെ പേര് മാനസ ശ്യാം. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞാൻ ലൈവിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ ആ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച്. അപ്പോൾ അതെന്നെ അവർ വീണ്ടും വാദിക്കുന്നവന്നെ ഞാൻ കണ്ടില്ല. അതെന്നെ വിളിച്ചു, ടീച്ചറേന്ന് വിളിച്ചപ്പോൾ ഞാൻ നോക്കി സംസാരിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചത്, ടീച്ചർ എന്താ ഇപ്പം വരാത്ത ക്ലാസ് എടുക്കാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അല്ലേ പറഞ്ഞത് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ടീച്ചർ പറഞ്ഞിട്ട്. അത് എത്ര നിഷ്കളങ്കമായ ആ മുഖത്ത് നിന്ന് ആ നിഷ്കളങ്കമായ ചോദ്യമാണെന്ന് എനിക്ക് അതിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്നാണല്ലോ സാറ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചേ, നിങ്ങൾ സാറിനോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ടീച്ചർ വരാത്തതെന്ന് ചോദിച്ചു. പക്ഷെ സാറ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് അപ്പം തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് സാറ് പ്രത്യേകിച്ചൊന്നും പറയാത്തത്. കാരണം സാറിന് കുട്ടികളോട് പറയാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളാരും പഠിപ്പിക്കുന്നത് ശരിയാകുന്നില്ല, മനസ്സിലാവുന്നില്ലെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ടീച്ചറെ. അപ്പം ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ടിരിക്കുന്നതാണ്. ഇനി വേറെ ആരെങ്കിലും ഓഫീസിലെങ്ങാനും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് സർവേ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതോ വലിയ പോവാമോ കുട്ട ഇത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ അങ്ങനൊരു കാര്യം സാറ് ഇങ്ങനെ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ മാർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആൺപിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അത് എന്നെ ഒഴിവാക്കാനുള്ളൊരു കാരണം കണ്ടെത്തിയതെന്ന് എനിക്കപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അത് കുട്ടികളോട് ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം നമുക്ക് സന്തോഷം തരുന്ന കാര്യം പറഞ്ഞത്, ഞങ്ങൾക്കൊക്കെ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന്. പിന്നെന്താണ്, ആ കുട്ടിയൊക്കെ ചോദിച്ചു സാറിനോട്. കാരണം ആ കുട്ടിയൊക്കെ ക്ലാസ്സിൽ ഇച്ചിരി ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി സാറിനോട് ചോദിച്ചപ്പം സാറിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്? കുട്ടികൾ ചോദിക്കുകയാണ്, സാറേ എന്തുകൊണ്ട് ടീച്ചർ വരുന്നില്ല എന്ന് സാറിനോട് ചോദിക്കുകയാണ്. സാർ എന്നോട് പറഞ്ഞത് കുട്ടികൾക്ക് എന്നെ വേണ്ട. പക്ഷേ കുട്ടികൾ സാറിനോട് ചോദിച്ചപ്പം സാറിന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തു വേണേലും ആയിക്കോട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇപ്പം എൻ്റെ മാനസികാവസ്ഥയല്ല മറ്റൊരാൾക്ക്. ചിലർക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, ഒരു ജോലി നഷ്ടപ്പെടുക എന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്കൊരുപാട് സങ്കടപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പം ഞാനിത് വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിലൊരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അവളും പറഞ്ഞു. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ അടുത്ത് നോ എന്ന് പറയുന്നവരോട് നമ്മൾ തിരിച്ചും നോ എന്ന് പറയാനുള്ള നമുക്ക് ധൈര്യമുണ്ടോ? അതിലൊക്കെയാണ്
നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു അഭിമാനം, അതിനെ പണയം വെച്ചുകൊണ്ട് ഒന്നും തന്നെ നേടിയിട്ട് കാര്യമില്ല. അതിൽ നമുക്കൊരിക്കലും സന്തോഷിക്കാനുള്ള കാര്യങ്ങളുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമില്ല ആര് ക്ലാസ് എടുക്കുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു സാറുണ്ട്, ആ സാറ് തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഞാൻ ആ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. കാരണം 9ാം ക്ലാസ്സിൽ നേരത്തെ തൊട്ട് ഈ സാർ എടുത്തിട്ട് സാറിനെന്ത് ബാങ്കിലെങ്ങാണ്ട് ജോലിയൊക്കെ ആയിട്ട് സമയം കിട്ടാതെ ആണ് വന്നപ്പോഴാണ് മറ്റൊരാളെ നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം വീണ്ടും ആ സാറ് വരുന്നു എന്ന് പറയുമ്പോൾ സാറിന് സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കത് നല്ലതാണെങ്കിൽ നന്നായിട്ടിരുന്നോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, അതിലും നല്ലത് നമ്മളെ തേടി വന്നിരിക്കും, അത് ഏത് കാര്യത്തിലായാലും. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ഒന്ന് ചിന്തിച്ച് സങ്കടപ്പെടരുത്. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു നേട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ഒരു ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം ഒന്നുകൂടി പറഞ്ഞു. കണ്ട, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഇല്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി ആ കുട്ടിയെ കാണിച്ചു തരികയും ഞാൻ പോലും കണ്ടില്ല, ഞാൻ പോയപ്പോൾ അതെന്നെ വിളിച്ച് ഇത്രയും സംസാരിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് ബോധ്യപ്പെട്ടത്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയായി. ഇത്രയൊക്കെ ഉള്ള കാര്യം. ചിലയിടത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തോ, എത്രയൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിയാലും നമ്മളെ മനസ്സിലാക്കാൻ ആരും തയ്യാറാകില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങ് വിട്ടേക്കുക. എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകേടിന് നിന്ന് തരേണ്ട കാര്യം എനിക്കില്ല. അത്രേ ഉള്ളൂ. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്ത് സമ്മതിക്കാനും, തെറ്റ് ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കാനും നമ്മൾ ശ്രമിക്കണം. അത് ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ പോയി പണി നോക്കാൻ പറയുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. ശരിയല്ലേ? ഓക്കെ. പിന്നെ ഇതാണ് പൊതുവെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം.